ഹായ് ഓൾ, നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം ഇപ്പോൾ ഫോർ എവർ ലിവിംഗ് പ്രൊഡക്ട്സ് എന്ന് പറയുന്ന കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഒരുപാട് ആളുകൾ ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. പക്ഷേ അതിൽ സക്സസ്ഫുൾ ആകുന്ന ആളുകളുടെ എണ്ണം വളരെയധികം കുറവാണ്. അതായത് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവരുടെ ആ ഒരു കണക്ക് അപേക്ഷിച്ചിട്ട് ഭയങ്കരമായിട്ട് കുറവാണ് ഇതിൽ സക്സസ്ഫുൾ ആകുന്നത്. എന്തുകൊണ്ടാണ് ഇത് സക്സസ്ഫുൾ ആകാത്തത്, അല്ലെങ്കിൽ ഒരു 1 ഇയറിനുള്ളിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നവരൊക്കെ ക്വിറ്റ് ചെയ്തു പോകുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? കമ്പനി മോശമായത് കൊണ്ടാണോ ഈ ഒരു എന്താ പറയുക സക്സസ് റേഷ്യോ കുറയുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ ഒരിക്കലും അല്ല. കാരണം ഞാൻ കമ്പനിയെ മനസ്സിലാക്കിയ, അല്ലെങ്കിൽ കമ്പനിയുടെ മാർക്കറ്റിംഗ് പ്ലാൻ ആണെങ്കിലും പ്രൊഡക്ട്സുകളൊക്കെ ആണെങ്കിലും ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട് അത്യാവശ്യം നല്ലൊരു കമ്പനിയാണ്. ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും, അല്ലെങ്കിൽ ബിസിനസ് മൈൻഡ് ഉള്ള ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും, പല ക്വാളിറ്റീസ് ഉള്ള ഏതൊരു വ്യക്തിക്കും സക്സസ്ഫുൾ ആകാൻ പറ്റുന്ന നല്ലൊരു മാർക്കറ്റിംഗ് പ്ലാനും പ്രൊഡക്ട്സുകളും അതുപോലെ തന്നെ നല്ലൊരു കമ്പനിയൊക്കെയാണ്. പിന്നെ എന്തുകൊണ്ട് പലർക്കും സക്സസ്ഫുൾ ആകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ചിലർ സക്സസ്ഫുൾ ആകുന്നു? അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണങ്ങൾ, അതായത് ഫോർവർ ബിസിനസ്സിൽ നിങ്ങളുടെ ബിസിനസ്സിനെ തകർക്കുന്ന നമ്മൾ പലരും ചെയ്യാറുള്ള പ്രധാനപ്പെട്ട മിസ്റ്റേക്കുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോക്കിംഗ് മോർ ദാൻ ലിസണിങ്. അതായത് ഏതൊരു കാര്യത്തിലാണെങ്കിലും, അതൊരു ഏതൊരു സെയിൽസിലാണെങ്കിലും ഏതൊരു ബിസിനസ്സിലാണെങ്കിലും എപ്പോഴും നല്ലൊരു കൺവേർഷൻ നടക്കുന്നത് നമ്മളുടെ ഓപ്പോസിറ്റുള്ള നമ്മുടെ പ്രോസ്പെക്ട് അല്ലെങ്കിൽ നമ്മളുടെ കസ്റ്റമറിന്റെ നീഡ്സ് മനസ്സിലാക്കി അവർക്ക് കൃത്യമായിട്ടുള്ള സൊല്യൂഷനായിട്ട് നമ്മളുടെ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെ അവിടെ പ്രസന്റ് ചെയ്യാൻ പറ്റുമ്പോഴാണ് അവിടെ നല്ലൊരു ക്ലോസിങ് നടക്കുന്നത്. പക്ഷേ ഞാൻ എൻ്റെ ഒരു 1-to-1 കോച്ചിങ്ങിൽ വന്നിട്ടുള്ള ഒരു ബിസിനസ് ഓണറുമായിട്ട് ഞാൻ സംസാരിച്ചു. അങ്ങനെ സംസാരിക്കുന്ന ഒരു സമയത്ത് ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പ്രോസ്പെക്റ്റ് ആണെന്ന് വിചാരിക്കാം. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്ന പ്രോസ്പെക്റ്റ് ആണ്. നിങ്ങൾ എൻ്റെ അടുത്ത് കമ്പനിയെ കുറിച്ച് പറഞ്ഞു, പ്രോഡക്ട്സുകളെ കുറിച്ച് പറഞ്ഞു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നെ നിങ്ങളൊരു ക്ലോസിംഗ് സ്റ്റേജിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? അതൊന്ന് സംസാരിക്കുക, ആ ഒരു രീതിയിൽ സംസാരിക്കുക. ഞാൻ നിങ്ങളുടെ പ്രോസ്പെക്റ്റ് ആണ്, നിങ്ങൾ എൻ്റെ സ്പോൺസറാണ്, ആ ഒരു രീതിയിൽ സംസാരിക്കുക. അതായത് ആള് സംസാരിച്ച് തുടങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആളെന്തോ ഒരു സ്ക്രിപ്റ്റ് പഠിച്ചു വെച്ചിട്ട് അത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കമ്പനി അങ്ങനെയാണ്, നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നൊക്കെ ഉള്ളത് മാത്രമാണ്. അതിനിടയ്ക്ക് എനിക്ക് പല ഡൗട്ട്സുകൾ ചോദിക്കാനും അതിനിടയ്ക്ക് വരുന്നുണ്ട്. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ള ഒരു സ്പേസ് അവിടെ കിട്ടുന്നില്ല. അപ്പോ ഇതിൽ പല ആളുകളിലും നേരിട്ടിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ എന്നിൽ തന്നെ ഈ പ്രശ്നം ഞാൻ തുടക്കകാലങ്ങളിൽ ഞാൻ ഇങ്ങനെ തന്നെ ചെയ്തിട്ടുള്ള ഒരാളുമാണ്. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അടുത്ത് വരുന്ന പല പ്രോസ്പെക്ട്സിനെയും നമ്മൾ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ നീഡ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എന്താണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ഫിനാൻഷ്യൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. കാരണം നമ്മളൊരു സ്ക്രിപ്റ്റ് പഠിച്ചു വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മളൊരു എന്താ പറയുക സിസ്റ്റം പഠിച്ചു വെച്ചിട്ട് അത് അതേപോലെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യാനാണ് പലയിടത്തും ശ്രമിക്കാറുള്ളത്. അങ്ങനെയല്ല, നമ്മൾ പല മനുഷ്യന്മാരുമായിട്ട് 10 പേര് നമ്മുടെ അടുത്ത് വരുന്നുണ്ടെങ്കിൽ 10 പേരും ഡിഫറെന്റ് മൈൻഡ് സെറ്റ് ഉള്ള, അല്ലെങ്കിൽ ഡിഫറെന്റ് കാറ്റഗറിയിലുള്ള വ്യക്തികളായിരിക്കും. സോ അവരുടെ നീഡ് മനസ്സിലാക്കി, അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കി അതിൽ എങ്ങനെ നമ്മുടെ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ പ്രൊഡക്ട്സിനെ നമുക്ക് അവിടെ എന്താ പറയുക പ്രസന്റ് ചെയ്യാം എന്നുള്ളൊരു വലിയൊരു ഘടകമാണ്. അത് നമ്മളുടെ ഓരോ ഫോളോ അപ്പ് കോൾസിലാണെങ്കിലും നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്തെങ്കിലും നമുക്ക് ചോദിക്കാനുണ്ടെങ്കിൽ അത് ചോദിക്കുക, അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാം. പക്ഷേ ഏറ്റവും കൂടുതലായിട്ടും നമ്മൾ അവരെ കേൾക്കുക എന്നുള്ളതാണ്. അവർക്ക് പറയാനുള്ള, അല്ലെങ്കിൽ അവരുടെ ഡൗട്ട്സുകൾ എന്താണോ അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരുടെ പ്രശ്നം എന്താണ്, അല്ലെങ്കിൽ അവർ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ കൃത്യമായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനും, അല്ലെങ്കിൽ അവിടെ നല്ല രീതിയിലുള്ള ഒരു പ്രസന്റേഷനകത്ത് ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്കത് വരുത്തി കൃത്യമായിട്ട് അവരെ ഗൈഡ് ചെയ്യാൻ നമുക്ക് പറ്റും. അങ്ങനെ പോകുന്ന ഒരു ഫോളോ അപ്പ് ആണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ക്ലോസിംഗിലേക്ക് നമുക്ക് എത്താൻ പറ്റും. നല്ലൊരു ടീമിനെ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല കസ്റ്റമൈസിനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഒരു പൊതുവായിട്ട് ചെയ്യാറുള്ള മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നമ്മൾ തുടക്കത്തിൽ തന്നെ അവരെ പിച്ച് ചെയ്തിടാൻ ശ്രമിക്കും. അതായത് ഇപ്പോൾ ഒരു ലീഡ് വന്നു കഴിഞ്ഞാൽ ആ ഒരു ലീഡിനെ നമ്മളൊരു BOP, ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷനിലേക്ക് നമ്മൾ അവരെ ഇൻവൈറ്റ് ചെയ്യുന്നത് പോലും നമ്മളൊരു ക്ലോസിംഗ് സ്റ്റേജിൽ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നു അതേപോലെ തന്നെ ആയിരിക്കും. മനസ്സിലായോ? അതായത് അവിടെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ട്രസ്റ്റ് ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഒരു റാപ്പോർട്ട് ബിൽഡിങ്ങോ ഇതൊന്നും പ്രോപ്പറായിട്ട് അവിടെ നടക്കുന്നില്ല എന്നുള്ളത് വലിയൊരു സത്യമാണ്. പലരും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സിസ്റ്റം കാണാതെ പഠിച്ച്, അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് കാണാതെ പഠിച്ച് നമ്മൾ അങ്ങനെ അങ്ങോട്ട് പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കണം. അതിനപ്പുറം നമ്മൾ അവരുമായിട്ട് കാഷ്വലി, ഞാൻ എൻ്റെ അടുത്ത് വരുന്ന ഓരോ ബിസിനസ് ഓണേഴ്സിൻ്റെ അടുത്തും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, റോബോട്ടായിട്ട് നിൽക്കരുത്. നിങ്ങൾ കുറെ കാര്യങ്ങൾ കാണാതെ പഠിച്ച് നിങ്ങൾ പറയാൻ നിൽക്കരുത്. നിങ്ങൾ കാഷ്വലായിട്ട് സംസാരിക്കുക. ഒരു കാരണവശാലും ഭയങ്കര പ്രൊഫഷണൽ ലെവലിൽ നിങ്ങൾ എന്താ പറയുക സംസാരിക്കാൻ നിൽക്കരുത്. ഒരു പ്രോസ്പെക്റ്റുമായിട്ടും അവരുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ലി എന്താ പറയുക ആറ്റിറ്റ്യൂഡിൽ എന്ത് ചെയ്യണം, നമ്മൾ എപ്പോഴും സംസാരിക്കാൻ ശ്രമിക്കണം. കാരണം അവിടെ നല്ലൊരു ട്രസ്റ്റ് ബിൽഡ് ആവണം. അതുപോലെ തന്നെ അവർക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മുടെ അടുത്ത് ചോദിക്കാനുള്ള ഒരു സ്പേസ് നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. കാരണം അങ്ങനെ ഡൗട്ട്സുകൾ ഉള്ളിൽ വെച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയും ക്ലോസിംഗിൽ ഡൺ പറയാറില്ല, അല്ലെങ്കിൽ ഒരു എന്താ പറയുക യെസ് പറയാറില്ല. ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് അവർക്ക് വേണ്ട ക്ലാരിറ്റി കിട്ടിയാൽ അവരതിനോട് യെസ് പറയാറുണ്ടാവും.
മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു ഇത് നമുക്ക് ആ ഒരു ക്ലോസിംഗ് സ്റ്റേജിൽ ആ ഒരു എന്താ പറയാ ക്ലാരിറ്റി കിട്ടണം, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ക്ലാരിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ തുടക്കം മുതലേ എന്ത് ചെയ്യുക, ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അല്ലാതെ എന്താ പറയുക അവിടെ തന്നെ ഫസ്റ്റ് തന്നെ നമ്മൾ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസന്റ് ചെയ്ത് അങ്ങോട്ട് വലിയ രീതിയിൽ നമ്മുടെ കമ്പനി ഇങ്ങനെയാണ്, പ്രൊഡക്ട്സ് ഇങ്ങനെയാണ്, ഇത് കാണിക്കാനല്ല അവിടെ നിൽക്കേണ്ടത്. അവരുടെ നീഡ്സ് മനസ്സിലാക്കി അവരുമായിട്ടുള്ള ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനാണ് നമ്മൾ ആദ്യം മുതലേ ശ്രമിക്കേണ്ട ഒരു കാര്യം. ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഓരോ ട്രെയിനിങ്സ് ആണെങ്കിലും ഓരോ എന്താ പറയുക പ്രൊഡക്ട്സിനെ കുറിച്ച് നമ്മൾ പറയുന്ന കാര്യങ്ങളാണെങ്കിലും ഓരോന്നും അവർ കൃത്യമായിട്ട് കേൾക്കും, മനസ്സിലാക്കും, അവർ എന്താ പറയുക അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവും. അതല്ലാതെ നമ്മൾ ഇങ്ങനെ ചുമ്മാ വാദോരാതെ ഇങ്ങനെ പ്രൊഡക്റ്റ് ഇത് കമ്പനി ഇത്രയും നാള് ഉള്ള കമ്പനിയാണ്, അല്ലെങ്കിൽ ഇത്രയും രാജ്യങ്ങളിലുള്ള കമ്പനിയാണ്, ഇങ്ങനെയുള്ള കഥകൾ പറയുന്നതൊന്നും ആരും കേൾക്കാൻ തയ്യാറാവില്ല. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു പ്രധാന മിസ്റ്റേക്ക് എന്ന് പറയുന്നത് പലരും ചെയ്യുന്ന ഒരു കാര്യം, ഡിപ്പെൻഡിങ് ഓൺലി ഓൺ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. അതായത് ചിലർ ചെയ്യുന്ന ഒരു കാര്യം, ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഫാമിലിയിലുള്ളവരടുത്തും ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പോയിട്ട് അതായത് നിങ്ങൾ ഇങ്ങനെ ഒരു എന്താ പറയുക പ്രൊഡക്ട്സ് ഉണ്ട് അല്ലെങ്കിൽ ബിസിനസ് ഉണ്ട് അതിൽ ജോയിൻ ചെയ്യുന്നൊക്കെയുള്ള രീതിയിൽ ഫാമിലി ഫ്രണ്ട്സിന്റെ പിന്നാലെ പോകാൻ ശ്രമിക്കും. ഞാൻ എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നേ വരെ എൻ്റെ പരിചയത്തിലുള്ള ഒരാളെ ഞാൻ ഇതിലേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഒരാളുടെ അടുത്തും പ്രൊമോട്ട് ചെയ്യാനോ ഞാൻ നിന്നിട്ടില്ല. എൻ്റെ ഫാമിലി ഫ്രണ്ട്സ് എന്ന് പറയുന്നത് എൻ്റെ ഒരു മാർക്കറ്റിംഗ് ടീമായിട്ട് ഞാൻ അവരെ കണ്ടിട്ടുള്ളൂ. കാരണം എൻ്റെ ബിസിനസ്സിനെ അവരിലൂടെ ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവരിലൂടെ മാക്സിമം ഞാൻ എൻ്റെ ബിസിനസ്സിനെ കൂടുതൽ ആളുകളിലേക്ക് മാർക്കറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അല്ലാതെ ഒരു കാരണവശാലും ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ഫാമിലിയിലുള്ള ഒരാളെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിട്ടില്ല, ആരെയും ഇൻവൈറ്റ് ചെയ്തിട്ടുമില്ല. അങ്ങനെ എന്താ പറയുക എൻ്റെ ഇതിലേക്ക് വന്നിട്ടുള്ളത് ആകെ ഒരു 1-2 ഫ്രണ്ട്സ് മാത്രമാണ്. അതും അവർ എൻ്റെ കൂടെ വന്നതാണ്, അല്ലാതെ ഞാനായിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒന്നുമല്ല. എൻ്റെ എന്താ പറയുക ജേണി കണ്ടുകൊണ്ട് എൻ്റെ കൂടെ കൂടിയ ആൾക്കാരാണ്. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ അത് ചെയ്യരുത്. അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ ഒരു ഇൻഡസ്ട്രിക്കുള്ള ഒരു ചീത്തപ്പേര് തന്നെയാണിത്. നമ്മൾ ഫ്രണ്ട്സ് ഫാമിലിയിലുള്ള ആൾക്കാരെ നമ്മളിലേക്ക് കൊണ്ടുവരുന്നു, അവർ ഒരു കാരണവശാലും സക്സസ്ഫുൾ ആവില്ല. അത് ഒരു സത്യാവസ്ഥയാണ്. അതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അടുത്തേക്ക് ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ടീം മെമ്പർ ഒരു ബിസിനസ് ഓണർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ, ആ വ്യക്തിയെ സംബന്ധിച്ച് അവനിവിടെ സക്സസ്ഫുൾ ആകണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അവൻ പഠിക്കാൻ തയ്യാറാണോ, അല്ലെ? അവന് നല്ല ലേണിംഗ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം, പേഷ്യൻസ് ഉണ്ടാവണം, മൈൻഡ് സെറ്റ് ഉണ്ടാവണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് നമ്മളായിരിക്കും ആ വ്യക്തിയെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്, ശരിയല്ലേ? അതായത് നമ്മൾ അവർക്ക് പല കാര്യങ്ങൾ ഗൈഡൻസ് കൊടുക്കും. നീ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ പോകണം കേട്ടോ, എന്നൊക്കെയുള്ള നമ്മുടെ എന്താ പറയുക കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ കുറെ ഈഗോ വർക്കൗട്ട് ആവാനും അതുപോലെ തന്നെ പല ഇമോഷൻസ് കടന്നു വരാനൊക്കെയുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ അവരത് അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവർ നമ്മൾ പറയുന്ന റൂട്ടിൽ കറക്റ്റ് പോകാനോ തയ്യാറാവില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ വലിയ രീതിയിലുള്ള റിസൾട്ട് വരാനും സാധ്യത കുറവാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ കൊണ്ടുവന്ന് പറ്റിച്ചു എന്നൊക്കെയുള്ള ഒരു തോന്നലുകൾ അവർക്ക് സ്വാഭാവികമായിട്ടും വരാം. സോ അങ്ങനെയുള്ള കാറ്റഗറിയിലോട്ട് പോകുന്നതിന് പകരം അവരെ നിങ്ങളുടെ ഒരു മാർക്കറ്റിംഗ് സൈഡ് മാത്രമാക്കുക, മാർക്കറ്റിംഗ് ടീമായിട്ട് നിങ്ങൾ അവരെ കാണുക, നിങ്ങൾ അവരിലൂടെ അതിനെ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ ഒരു കാരണവശാലും അവരെ നിങ്ങൾ ഇതിലേക്ക് പിടിച്ചുകൊണ്ട് വരാതിരിക്കുക, നിങ്ങൾ ശ്രമിക്കുക. അതാണ് ഏറ്റവും ബിസിനസിന്റെ തുടക്കത്തിൽ നമ്മൾ ചെയ്യാതിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. പിന്നെ നാലാമതായിട്ടുള്ള ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇവിടെ പല ബിസിനസ് ഓണേഴ്സിലും കാണുന്ന ഒരു കാര്യമാണ്, പോസ്റ്റ് ചെയ്യും. അവർ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ അവരുടെ പോസ്റ്റുകൾ അവർ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ എല്ലാവരുടെയും ഭൂരിഭാഗം ആൾക്കാരുടെയും പോസ്റ്റുകൾ എന്ന് പറയുന്നത് ജസ്റ്റ് എന്താ പറയുക പ്രൊമോഷൻസ് മാത്രമാണ്. എല്ലാത്തിൻ്റെയും താഴെ DM അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യൂ, അല്ലെങ്കിൽ എന്നെ എന്താ പറയുക പ്രൊഡക്റ്റ് വാങ്ങണോ നിങ്ങൾ കോൺടാക്ട് ചെയ്യൂ, ഇത് മാത്രമാണ്. അതല്ല നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ കാണുന്ന ഒരു ബിസിനസ് ഓണർ, ഈ വ്യക്തി എല്ലാ ദിവസവും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പോസ്റ്റ് ചെയ്യാറുണ്ട്, റീൽസ് ചെയ്യാറുണ്ട്. ഈ വ്യക്തി എല്ലാ വീഡിയോസിലും വന്നിട്ട് പറയുന്നത് ഇങ്ങനെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, വരൂ നിങ്ങൾ ജോയിൻ ചെയ്യൂ എന്ന് മാത്രമാണ് എല്ലാ വീഡിയോസിലും എല്ലാ പോസ്റ്റുകളിലും എല്ലാ സ്റ്റോറിയിലും പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ആളുകൾക്ക് വാല്യുബിൾ ആയിട്ടുള്ള കണ്ടന്റുകൾ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ആളുകൾക്ക് ഇൻട്രസ്റ്റിംഗ് ആവുന്ന രീതിയിലുള്ള പ്രസന്റേഷൻ കൊടുക്കുന്നില്ല. ആളുകൾ ഫോളോ ചെയ്യാനുള്ള ഒരു കണ്ടന്റ് ആ വ്യക്തിയിൽ ഇല്ല എന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആ വ്യക്തിയെ ഫോളോ ചെയ്യും. ആ വ്യക്തിയുടെ പോസ്റ്റുകൾ നിരന്തരം നിങ്ങളുടെ ഫീഡിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നില്ലേ? അതേപോലെ തന്നെയാണ് നമ്മളൊരു കാരണവശാലും പ്രൊമോഷൻസ് മാത്രം പോസ്റ്റ് ചെയ്യാതെ, ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു മാർക്കറ്റിംഗ് എന്താ പറയുക പ്ലേസ് ആണ്. ആ ഒരു പ്ലേസിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കണം. അല്ലാതെ നമ്മൾ അതിനെ എപ്പോഴും പ്രൊമോഷൻസ് മാത്രം ഇട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ലീഡ്സ് വരില്ല എന്നുള്ളൊരു സത്യം നിങ്ങൾ മനസ്സിലാക്കുക. അതിൽ വാല്യബിൾ ആയിട്ടുള്ള കണ്ടന്റുകൾ കൊടുക്കുക, ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടന്റുകൾ കൊടുക്കുക, നോളജ് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റുകൾ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിലൂടെ ആളുകൾ നിങ്ങളെ വാച്ച് ചെയ്ത് തുടങ്ങും. അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പതുക്കെ ലീഡ്സിനെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഈ കാര്യങ്ങളാണ് പലരുടെയും സക്സസിൽ നിന്നും പലരെയും പിന്നോട്ട് വലിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോറവർ ബിസിനസ്സിനെ വന്നുകൊണ്ടിരിക്കുന്ന മിസ്റ്റേക്സ് ഈ പറഞ്ഞ കാര്യങ്ങളാണ്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റ് ആയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും വിഷ് യു ഓൾ സക്സസ് ഇൻ യുവർ ലൈഫ്. ബൈ ബൈ.